ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് വന്നപാടെ മുടിയിലെ കെട്ടെല്ലാം കളയാന്ന് വിചാരിച്ച് മുടിയാണ് ചറവറാന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പതിവുള്ളൊരു ശീലമൊന്നല്ല. രാവിലെ എഴുന്നേറ്റപാട് മുടിയിലെ കെട്ടൊന്നും കളയാറില്ല. എപ്പോഴാണോ ടൈം കിട്ടുന്നത് അതുപോലെ. രാവിലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചിക്കൊന്നും കളയാനുള്ള സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്തോ ടൈം ഉള്ളതുകൊണ്ട് ഞാൻ മുടിയിലെ കെട്ടെല്ലാം കളയാന്ന് വിചാരിച്ച്. ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര മുടിയിൽ ഭയങ്കര ജടയും ചിക്കും. നിങ്ങളവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇവിടെ ചിക്ക് എന്നൊക്കെ പറയട്ടോ, മുടിയിലെ കെട്ടിനാണ് ചിക്ക് എന്നൊക്കെ പറയുന്നത്. അതെല്ലാം കാണുമ്പോൾ വിചാരിക്കും ഭയങ്കരമായിട്ട് ഉണ്ടെന്ന്, പക്ഷെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എൻ്റെ അടിയിലോട്ട് കണ്ടില്ലേ, മുടിയിലെ കട്ടിയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പം മുടി വെട്ടാനുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് കേട്ടോ. അടിയിൽ ഒട്ടും കട്ടിയില്ല, മുകൾ ഭാഗം മാത്രമാണ് കട്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അതേ മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞിട്ട് പൊക്കി വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയിൽ അങ്ങ് ഒതുങ്ങി നിന്നോളും. അപ്പോൾ അധികം മുടിയിൽ കളിച്ചുകൊണ്ട് നിൽക്കാണ്ട് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ അപ്പുണ്ണിക്ക് സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. അവന് സ്കൂളിൽ പോകാൻ ടൈം ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് അപ്പുണ്ണിക്ക് സ്നാക്സ് എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബോക്സ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. എനിക്ക് ആകെയുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് അവന് സ്നാക്സ് എല്ലാം എടുത്ത് കൊടുക്കുക, അതുപോലെ അവനെ കുളിപ്പിക്കുക, അവനെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടുക. അതാണ് കേട്ടോ. അപ്പം സ്നാക്സ് ആയിട്ട് ലഡുവാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോഴത്തോടെ നമ്മുടെ അപ്പുണ്ണി എപ്പോഴും തലേന്ന് പറയും, അച്ഛൻ എനിക്ക് ലഡു മതി സ്കൂളിൽ കൊണ്ടുപോകാനെന്ന്. 2 ഓറിയോ ബിസ്ക്കറ്റും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ ലഡു കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ, അതായിരിക്കും അവന് വാശി പിടിക്കുന്നത് കേട്ടോ. എന്താണെന്നറിയില്ല, ലഡു മതി എന്ന് പറയും. തലേന്നേ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെക്കും എനിക്ക് ലഡു മതിയെന്ന്. അങ്ങനെ സ്നാക്സിലാക്കി ഭക്ഷണമെല്ലാം നന്നായി കഴിച്ച് നമ്മുടെ അപ്പുണ്ണി സ്കൂൾ ബസ് വന്നപ്പോൾ ചാടി കയറി സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇതേ അമ്മ ഈ മുരിങ്ങയിലെല്ലാം ഇങ്ങനെ നുള്ളി പെറുക്കി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് തരികയാണെങ്കിൽ ഒരു ദിവസം എനിക്ക് മതിയാവില്ല, അങ്ങനെ ടൈം എടുക്കും ഞാൻ. അമ്മയാണെങ്കിൽ ചടപടേന്ന് പറഞ്ഞ് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ ചോറിന് അരി ഇടാൻ വേണ്ടി പോവാണ് അമ്മ. പിന്നെ കുറച്ച് പരിപ്പും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഏട്ടന് കുളിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. മഴയായി തണുപ്പായി, അപ്പോൾ ഏട്ടന് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇനി ചൂടുവെള്ളമേ ശരണം. പിന്നെ ചോറിനുള്ള വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതേ ദോശയാണിന്ന് നമുക്ക് മുട്ടക്കറി. നമ്മൾ നേരത്തെ കണ്ടില്ലല്ലേ നമ്മുടെ അപ്പുണ്ണിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ കുഞ്ഞുണ്ണിയാണെങ്കിൽ എഴുന്നേറ്റിട്ടേ ഇല്ല, നല്ല ഉറക്കത്തിലാണ്. പക്ഷെ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. ഞാനെല്ലാം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കാമെന്ന് എനിക്ക് തോന്നി കേട്ടോ അവൻ്റെ ഇളക്കം കണ്ടപ്പോൾ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ നമ്മുടെ എന്താ പറയുക കുക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പം. അപ്പം ഞാൻ എൻ്റെ കലാപരിപാടിയിലേക്ക് കിടന്ന് പല്ല് തേക്കാൻ വേണ്ടി പോകണം കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വെയിൽ നോക്കുക വേണ്ട, മഴയും പെയ്യും കേട്ടോ. രാവിലത്തെ ഈ തെളിച്ചതും നോക്കിയിട്ട് നമ്മൾ ഇന്ന് നല്ല ദിവസമാണെന്ന് വിചാരിച്ചിട്ട് മുറ്റത്ത് തുണിയൊന്നും ആറിടാൻ പോവുകയേ വേണ്ട, കട്ട പുകയായിരിക്കും കേട്ടോ. ഇതൊക്കെ നമുക്ക് വെറുതെ പ്രതീക്ഷ തരുന്നതാണ്. നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ അങ്ങോട്ട്. അങ്ങനെ ദേ മുറ്റത്തെ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ. വരാന്തയാണെങ്കിൽ ശൂന്യമായിട്ട് തന്നെയാണ് എപ്പോഴും ഇവിടെ കിടക്കാറ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ വിടാമെന്ന്, പക്ഷേ പറ്റില്ല. നമ്മൾ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് പുറത്തിറക്കാനേ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഏട്ടൻ ഭക്ഷണമെല്ലാം കഴിച്ച് ഏട്ടനും പോയി ഏട്ടന് കൊടുത്ത പാത്രമെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. ഏട്ടന് പൊതുവേ ഈ ഉള്ളിയും തക്കാളിയും ഇങ്ങനെ വാട്ടിയിട്ടുള്ള കറികൾ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. മുട്ടക്കറി ആണെങ്കിൽ ഇഷ്ടമാണ്. ഇത് മുട്ട റോസ്റ്റ് പോലെ ആയതുകൊണ്ട് ഏട്ടന് വലിയ ഇഷ്ടമല്ല. അതാണ് ആ ഉള്ളിയും തക്കാളി അവിടെ തന്നെ ഇരിക്കുന്നത്. തേങ്ങ അരച്ചിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ലോണം കൂട്ടും മുട്ടക്കറിയൊക്കെ. പിന്നെ അമ്മ ചക്കക്കുരു നന്നാക്കാനുണ്ട്. ഇന്ന് നമുക്ക് മുരിങ്ങയിലും ചക്കക്കുരും പരിപ്പും ഇട്ടിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. കുഞ്ഞിവിടെ എഴുന്നേറ്റ് വന്ന് പല്ലുതേപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇതേ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ മാന്തി പൊളിക്കുന്നുണ്ട്. അതിലെ ക്രീം മാത്രം തിന്നിട്ട് ബിസ്ക്കറ്റ് അവിടെ എറിയാനാണ് അവൻ്റെ പ്ലാൻ കേട്ടോ. അതവന് സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഫോൺ ആർക്കോ വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ഉള്ള നെറ്റെല്ലാം അങ്ങനെ തീർന്നു പോവുകയും ചെയ്യും. പിന്നെ അമ്മേനെ അങ്ങനെ അതാ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ എന്തോ പറയുമ്പോൾ അമ്മേനെ കളിയാക്കണം, നാവെല്ലാം നീട്ടിയിട്ട് എല്ലാം വൃത്തി അവൻ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് നമ്മുടെ അപ്പുണ്ണി ഇങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ. അവനൊരു പാവായിരുന്നു. ഇവനാണെങ്കിൽ മഹാപോക്കിരിയാണ് ഗൈസ്. പിന്നെ അതെ ചായ ചൂടാറി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും കൂടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടോ. എനിക്ക് നല്ല ചൂട് വേണം, പ്രത്യേകിച്ച് ഈ തണുപ്പത്ത് നമ്മൾ എങ്ങനെ കട്ടൻ ചായയൊക്കെ ചൂടില്ലാണ്ട് കുടിക്കും ഗൈസ്. അപ്പം നല്ലോണം ചൂടാവട്ടെ വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് സ്കൂൾ കുട്ടികളൊക്കെ പാവം നനഞ്ഞിട്ടൊക്കെ അതേ സ്കൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ സ്കൂൾ കാലൊക്കെ ഓർമ്മ വന്ന് ഞാനിങ്ങനെ എങ്ങനെ നടന്നൊക്കെ പോയതാണ് കേട്ടോ. ഈ ഒരു വഴിയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് സ്കൂളിലേക്ക്. അങ്ങനെ അതേ ചായ ചൂടായപ്പോൾ നല്ലൊരു ഗ്ലാസ് ചായ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ചായ എടുത്തപ്പോൾ വിചാരിച്ചു കൈയോടെ നമുക്ക് അങ്ങ് ദോശയും കഴിക്കാൻ കേട്ടോ. അങ്ങനെ ദോശ 2 ദോശ എടുത്തിട്ടുണ്ട്. എനിക്ക് രാവിലെ ഈ ദോശയോ ഇഡ്ഡലി അങ്ങനെയൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ചോറാണ് ഇഷ്ടം ഗൈസ്. ചോറായിട്ടുണ്ടായിരുന്നു, നമ്മൾ അമ്മ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ദോശ എടുത്തിട്ടുണ്ട്, മുട്ട റോസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിക്കാൻ വേണ്ടി പോവാണ്. തണുപ്പ് നമ്മളെ പിടികൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തുമ്മൽ ചീറ്റിൽ ശ്വാസം മുട്ട് തുടങ്ങിയ എല്ലാ അസുഖങ്ങളും പിടികൂടിയിട്ടുണ്ട് കേട്ടോ. എനിക്കും അലർജി, കണ്ണ് ചൊറിച്ചൽ, മൂക്കുന്ന വെള്ളം വരൽ എല്ലാം ഉണ്ട്. അപ്പോൾ അമ്മേനോട് എന്തൊക്കെയോ ബടായി അടിച്ചുകൊണ്ട് ഞാനിരുന്ന് ദോശ കഴിക്കുകയാണ്. അമ്മേനോട് വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഓരോന്നും ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പം അമ്മ ഇന്ന് എവിടെയോ അക്ഷയ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഞാനത് ബ്ലോക്ക് ചെയ്യാണ്. കാരണം അമ്മ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകയാണ്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കുഞ്ഞുവാണ് എൻ്റെ വാലിൽ നിന്ന് മാറില്ല. അങ്ങനെയാണ് കുഞ്ഞു.
പിന്നെന്താണ്, അതുകൊണ്ട് ഞാൻ അമ്മേനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ചായ നല്ലോണം ഊതി ഊതി കുടിക്കുന്നുണ്ട്. പുറത്താണെങ്കിൽ വെളിച്ചമൊക്കെ പോയി മഴക്കാറ് പിന്നെയും വന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് വെറുതെ പ്രതീക്ഷ തരുന്നതാണ്. മഴ എന്തായാലും പെയ്യും ഉറപ്പാണ്. പിന്നെ ഏട്ടൻ അയൺ ചെയ്ത ബോക്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ റൂമിൽ കൊണ്ട് സെറ്റാക്കി വെച്ച്, പിന്നെ അടിച്ചു വാരൽ പരിപാടിയാണ്. റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചു വാരിയിട്ട് ഞാൻ പിന്നെന്താണ്, പിന്നെ ഹാളിലേക്ക് എത്തി. ഹോളും നല്ലോണം അടിച്ചു വാരിയും കൊണ്ടിരിക്കണം. ഞാൻ അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിലാണെങ്കിൽ നിരനിരാന്ന് പാത്രം നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മയ്ക്കാണെന്ന് ശ്വാസം മുട്ടൊക്കെ തണുപ്പായില്ല, എല്ലാവർക്കും ശ്വാസം മുട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മ ശ്വാസം മുട്ടിയിട്ട് ഗുളികയെല്ലാം വലിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ റെസ്റ്റ് എടുക്കുക, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും കഴിഞ്ഞ് നമുക്കൊന്ന് തുടച്ച് അടുക്കളയും കൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രീ ആണ്. പിന്നെ ചോറ് കറി അങ്ങനത്തെ പരിപാടികളെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞു. അമ്മ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അവിടെ വെച്ചെന്ന്. പിന്നെ ഞാൻ കേട്ടില്ല, അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫിൽ ഞാനൊരു ജോലിയും ചെയ്ത് നിങ്ങൾ കാണാറുമില്ലല്ലോ, അപ്പം ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അടിച്ച് വാരി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ടാണെങ്കിൽ എൻ്റെ വീഡിയോസിൽ മുഴുവൻ ഞാൻ ജോലി ചെയ്യുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ദൈവമേ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ഓർക്കും. പിന്നെ ഈ അടുക്കള അതുപോലെ തന്നെ അകമെല്ലാം അടിച്ച് ഹോളെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റാണ് അടുക്കളയിലേക്ക് വരിക കേട്ടോ. അങ്ങനെ അടുക്കളയും കൂടെ നല്ലോണം അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുണ്ണി ഒരു 100 വട്ടം എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. കുറേ വിളിക്കും, കുറേ എഴുതാനും വരയ്ക്കാനൊക്കെ ഞാൻ ബുക്കും പേനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ വരയ്ക്കും, കുറേയൊക്കെ അവിടെ കുത്തി വരഞ്ഞിടും. പിന്നെ എൻ്റെ പുറകെ തന്നെ നടക്കും. പിന്നെ ഫോൺ കിട്ടിയ കുറച്ച് നേരം ഇരിക്കും. പിന്നെ ഫോൺ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. അതുകൊണ്ട് അധികം ഒന്നും കൊടുക്കില്ല. എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ മാത്രം വാശി പിടിച്ചാൽ മാത്രമേ കൊടുക്കുള്ളൂ. നമ്മളാണെങ്കിൽ ഇവിടെ വേസ്റ്റൊക്കെ താഴെ കൊണ്ടിടണം. അതുകൊണ്ട് ഇതുപോലെ ഒരു വേസ്റ്റ് ബിന്നിലാക്കിയിട്ട് നമ്മൾ അവസാനം കൊണ്ട് കത്തിക്കാറാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് ആണ് നമ്മൾ വേറെ വയ്ക്കും. നമുക്ക് പ്ലാസ്റ്റിക് നമ്മുടെ പഞ്ചായത്തുകാർ വരുമല്ലോ എടുക്കാൻ, അപ്പോൾ ആ ഒരു ടൈമിനാണ് എടുക്കുക. അപ്പോൾ അത് വേറെ വെച്ച് പുറത്തുള്ളൊരു സഞ്ചിയല്ല ചാക്ക് കൊണ്ടിട്ടോ. പിന്നെ പാത്രങ്ങൾ കണ്ട നിരനിരയാന്ന് കിടക്കുന്നത്, അപ്പം നല്ലോണം നിരന്നെടുക്കുന്നുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകലാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കഴുകാൻ മോളെന്ന്. അപ്പം ഞാൻ പറയുന്നുണ്ട് വേണ്ട, ഇന്ന് ഞാൻ തന്നെ കഴുകും എന്ന് പറയുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ പാത്രം കഴുകാനൊക്കെ കുറച്ച് സൗകര്യക്കുറവുണ്ട്. അതായത് ചെറിയ കുഞ്ഞു സ്ലാബാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, പാത്രം കഴുകുന്ന സിങ്കെല്ലാം കുറച്ചൊരു മൂലയില്ല. അപ്പോൾ നമുക്ക് നിൽക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഒരു കുനിഞ്ഞ് നിൽക്കണം കേട്ടോ. എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ ചെറിയൊരു ഇതായതുകൊണ്ട്, സ്ലാബ് ആയതുകൊണ്ട് നമുക്ക് പാത്രങ്ങളൊക്കെ നിരന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂടി കിടക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നും കേട്ടോ. എനിക്ക് പൊതുവേ അങ്ങനെയാണ്. ഇവിടെ അടുക്കള കയറുമ്പോൾ കുറച്ച് പാത്രം തന്നെ നിരന്നിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ അടുക്കള മുഴുവൻ നിരന്ന് കിടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വെക്കാന്ന് വെച്ച് അമ്മയോട് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഓരോ ജോലികളും ചെയ്യുന്നത്. പാത്രം കഴുകിക്കൊണ്ട് ഇരിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യമായിട്ട് ഞാനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനിയനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഏകദേശം വരാനായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളും അവൻ എത്താനായാലേ ഇനി മാസങ്ങളല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ കറി ആക്കുന്നുണ്ട്, കറി വറവിടുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ ചോറും വാർത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ചോറും കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണിയാണെങ്കിൽ ദോശ കഴിച്ചേ ഇല്ല, രണ്ട് വായ കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് കറിയായിട്ട് അവന് വേഗം ചോറ് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുണ്ണി പരിപ്പേറി ഒന്നും കൂട്ടി ചോറ് കഴിക്കില്ല, അത് വേറെ കാര്യം. അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടെങ്കിൽ അവന് കൊടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചോറെടുത്തിട്ട് അവന് കൊണ്ട് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു ചോറ് വേണ്ട, മീൻ വേണമെന്ന്. അങ്ങനെ ഒരു രക്ഷയില്ല, പച്ചമീൻ വാങ്ങാൻ ഇപ്പത്തത് കൊണ്ട് നമുക്ക് പറ്റില്ല ഗൈസ്, കാരണം ഒടുക്കത്തെ വിലയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നാൽ അത്ര ഉള്ളൂ. പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല മീനൊന്നും വാങ്ങാൻ കേട്ടോ, കാരണം എന്തൊരു വിലയാ ദൈവമേ. നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതും വറുത്തത് കേട്ടോ. കറിയിൽ വെച്ചത് അവൻ കൂട്ടില്ലേ, ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ വേറൊരു രക്ഷയില്ല, നമുക്ക് ഉണക്കൽ ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഉണക്കലിനാണെങ്കിലും ഭയങ്കര വിലയാണ്. കുഞ്ഞുവാണെങ്കിൽ വാശി പിടിച്ച് ചോറുണ്ണാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പാത്രം കഴുകലൊക്കെ അവിടെ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി നിന്നിട്ടോ. വേഗം അങ്ങ് നന്നാക്കി കൊടുത്ത് വറുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ചോറ് തീറ്റ അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ അമ്മ വാരി കൊടുത്തോളൂ. അങ്ങോട്ട് ഞാൻ വേഗം ഉണക്കൽ നന്നാക്കാൻ കേട്ടോ. ഉണക്കൽ നന്നാക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും പച്ചക്കറി ആണല്ലോ, മുരിങ്ങയില, ചക്കക്കുരു, പരിപ്പ് എല്ലാം ഗ്യാസാണ് ഗൈസ്. അത് ഇട്ടിട്ടാണ്. പിന്നെ താളുകറി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇലക്കറികൾ, താളുകറികൾ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഏട്ടൻ കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഉണക്കലോ അല്ലെങ്കിൽ എന്താ പറയുക വടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. എനിക്കാണ് അങ്ങനത്തെ നിർബന്ധം. ഏട്ടൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഏട്ടന് ഇലക്കറിയൊക്കെ വെറുതെ താളിച്ചു കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറിനോട് ഭയങ്കര താല്പര്യമാണ് ആക്കട്ടോ. എനിക്കാണ് നേരെ തിരിച്ചുമാണ്. പിന്നെ ഇപ്പോൾ വിലയൊക്കെ കൂടിയോണ്ട് ഞാനങ്ങനെ മീനൊന്നും വാങ്ങാൻ നിർബന്ധിക്കാറില്ല. ഉണക്കലെങ്കിൽ ഉണക്കല, അത് മതി എന്ന് പറഞ്ഞ് നിൽക്കലാണ് ഞാനും. നമ്മൾ അപ്പുണ്ണിക്കാണെങ്കിൽ ഇന്നത് വേണമെന്നുള്ള നിർബന്ധമില്ല കേട്ടോ. ഭക്ഷണം കൊടുക്കാണ്ടിരുന്ന അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ആളാണ് നമ്മുടെ അപ്പുണ്ണി കേട്ടോ. അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കുഞ്ഞുണ്ണിയാണെങ്കിൽ വിളിയാണ് കേട്ടോ. മീനേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറ് തൊട്ടിട്ടില്ല കേട്ടോ, അങ്ങനെ വിളമ്പിയത് അതുപോലെ ഇരിക്കുകയാണ്. ഇനി മീനാവാണ്ട് അവൻ്റെ വായ തുറകില്ല, അത് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ സമയം കളയാണ്ട് മീനെല്ലാം കഴുകി പെറുക്കി എടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ, ഉണക്കലിൽ തന്നെ ഓൾറെഡി ഉണ്ടാവില്ല. അതുകൊണ്ട് ഉപ്പ് വേണ്ട. മുളക്, മഞ്ഞൾ, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വേഗം നമുക്ക് എന്താ പറയുക മിക്സ് ചെയ്തിട്ട് പുരട്ടി എടുത്തിട്ട്
ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് വേഗം ചോറ് കൊടുക്കണം കേട്ടോ. അവന് ഞാൻ പറഞ്ഞില്ല ദോശ തന്നെ 2 വായേ അവൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ അത് ഞാൻ അമ്മയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ തന്നെ കൈയോടെ, ഞാൻ എന്തായാലും മീൻ നന്നാക്കിയതാണല്ലോ, ഞാൻ അമ്മേൻ്റെ കയ്യിലാക്കണ്ടല്ലോ. ഉണക്കലിൻ്റെയൊക്കെ സ്മെല്ല് കയ്യിൽ വന്നാൽ പിന്നെ പറയണ്ടല്ലോ ഗേയ്സ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ കയ്യിലായി, പിന്നെ പാത്രം കഴുകലും ഉണ്ടല്ലോ. അപ്പം ഞാൻ തന്നെ വേഗം അമ്മയ്ക്ക് മിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇപ്പോഴത്തെ ഉണക്കലിനുള്ള പേരേ ഉള്ളൂ കേട്ടോ, ഒന്നും ഉണങ്ങിയിട്ടില്ല. മീനൊക്കെ പച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകൽ എവിടെ എത്തിയിട്ടില്ല ഗൈസ്, ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മീൻ ഭ്രാന്ത്. അപ്പോൾ പിന്നെ അത് വേഗം സെറ്റാക്കി കൊടുത്തില്ലെങ്കിൽ ഉള്ള ചോറ് തീറ്റി അവിടെ നിൽക്കുക. അതുകൊണ്ട് വേഗം അതിൽ എന്താ പറയുക അതെല്ലാം കൂടെ സെറ്റാക്കി കൊടുക്കാൻ വിചാരിച്ച് അങ്ങനത്തെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, വേഗം അങ്ങനെ എടുത്ത് ഫ്രൈ ചെയ്യണം. നമ്മുടെ കുഞ്ഞിന് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഉണക്കലെല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അമ്മ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കിനി ഇവിടെ നമ്മുടെ കിച്ചണെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട്, തുടച്ചെടുക്കാണ്ട്, ഗ്യാസ് അടുപ്പും എല്ലാം നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാണ്ട്, പാത്രം ഞാൻ ഏകദേശം എല്ലാം കഴുകി കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയൊക്കെ നമ്മുടെ മീൻ വറുത്താൽ ഈ എണ്ണയെല്ലാം പൊട്ടിത്തെറിച്ച് അവിടെ ഇവിടെയൊക്കെ ആവില്ല, അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം തുടച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് ചൂടുണ്ടായിരുന്നു അവിടെ കേട്ടോ. നമ്മളിപ്പം അവിടെ നിന്ന് മീനെല്ലാം വറുത്തിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറ്റി വെച്ചിട്ട് തുണിയോട് കൂടിയിട്ട് ഈ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ തുടക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും ഗൈസ്. അങ്ങനെ ഇവിടെ എല്ലാം തുടച്ചു വൃത്തിയാക്കി. ഇനി അതിനുശേഷം നമുക്ക് അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒന്നും കൂടെ തുടയ്ക്കണം, നമ്മുടെ അകലെല്ലാം തുടയ്ക്കണം. പിന്നെ ഞാനും അമ്മേനോട് ഒന്നും ചെയ്യേണ്ട, റെസ്റ്റ് എടുത്തോളാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും കൊണ്ടില്ല, അമ്മയ്ക്ക് നല്ല ശ്വാസം മുട്ടണം. എന്നെ അറിയാത്ത കുറേ പുതിയ കൂട്ടുകാർ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാരാ ചേച്ചി, ഇതാരുടെ അമ്മയാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് വീഡിയോസിൽ അമ്മേനെ കാണുമ്പോൾ. ഇത് എൻ്റെ അമ്മയാണോ ഏട്ടൻ്റെ അമ്മയാണെന്നൊക്കെ ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ആർക്കും അതിലൊരു സംശയം ഇനി വേണ്ട, കൂടെ ഉള്ളത് എൻ്റെ അമ്മയാണ് ഗൈസ്. അങ്ങനെ ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി നമ്മുടെ കിച്ചണെല്ലാം ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഈ അടുക്കളയിൽ ഈ ചറവറ പരിപാടികളെല്ലാം പെട്ടെന്ന് വൃത്തിയായിട്ടുണ്ട്, നമുക്കൊരു സമാധാനമാണ്. ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം. അപ്പോൾ ഞാൻ പൊതുവേ എഴുന്നേറ്റ് വരും ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ടേ കിടക്കാറ് കേട്ടോ. അമ്മ വേഗം പണികൾ തീർത്തോളും. ഇന്നിപ്പോൾ അമ്മയ്ക്കും വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് ടൈം എടുക്കും. ഞാൻ അവരെ പോലെ ഭയങ്കര സ്പീഡല്ല, ഞാൻ അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മളെ ഈ എന്താ പറയുന്നത് പൊട്ടിത്തെറിച്ച എണ്ണ, അതായത് ഉണക്കൽ വറുത്തപ്പോൾ പൊട്ടിത്തെറിച്ച എണ്ണയിൽ ഇതിലായിട്ട് ഭയങ്കര വഴുവഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ലെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് പാത്രം കഴുകുന്ന കുറച്ച് സാധനം, എന്താണ് പ്രില്ലോ അതെന്തോ എടുത്തിട്ട് ഞാൻ അവിടുന്ന് തന്നെ കഴുകാണ് കേട്ടോ. നമ്മൾ എന്താ പറയുന്നത് ഒന്ന് വെറുതെ ഒരു തട്ടിക്കൂട്ടൊരു കഴുകൽ കേട്ടോ. ആ തുണി ഒന്ന് കഴുകിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര മണവും കൊഴുപ്പൊക്കെ ആയിരിക്കും. എണ്ണയും കൂടി അല്ല, ഓയിലല്ലേ. അപ്പോൾ അത് ചുമ്മാ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്ത് കൊണ്ടുപോയി ഒന്ന് ആറിയിടാം. പിന്നെ ഇവിടെ എല്ലാം ക്ലീനായി, ഒക്കെ ക്ലീനായി. ഇനി നമുക്ക് ഇവിടെ അടുക്കളയിൽ ഇനി പരിപാടിയൊന്നുമില്ല. ഇനി നമുക്ക് ഹാളിൽ റൂമിലൊക്കെയാണ് ഇനി പരിപാടി. കാരണം തുടക്കലും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞ് പിന്നെ കുളിയും നനയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുഞ്ഞു ആണെങ്കിൽ ഒരു സൈഡായിട്ടുണ്ട്, കാരണം ഭക്ഷണം എല്ലാം കൊടുത്ത് അവൻ കളിയൊക്കെ തുടങ്ങിയിട്ട് അവൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗം ശ്രദ്ധിക്കുകയേ വേണ്ട. പുറത്താണെങ്കിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചടപടയെന്ന് ഒച്ചയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണെന്ന് മനസ്സിലായി. പിന്നെ എനിക്കാണെങ്കിൽ അപ്പുണ്ണിന് ഈ മഴയത്ത് സ്കൂൾ വിടാനൊക്കെ ഭയങ്കര മടിയാണ്. നമ്മൾക്ക് തന്നെ ഭയങ്കര മടിയാണ് പുറത്തിറങ്ങാനും അതുപോലെ തന്നെ കിടന്നുറങ്ങാനൊക്കെ അല്ലേ തോന്നുക. അപ്പോൾ ഇവർ രാവിലെ സ്കൂളിലേക്ക് ബാഗെല്ലാം തൂക്കി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. വേനൽക്കാലത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഴക്കാലത്ത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല, സ്കൂളിൽ പോയാലല്ലേ എന്തെങ്കിലുമൊക്കെ അറിയാനും അറിവും ഒക്കെ നേടാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ സഹിച്ചങ്ങ് വിടുക, വേറെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ കിച്ചണെല്ലാം ക്ലീനായി, അടുക്കളയെല്ലാം ഏകദേശം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തുടക്കലാണ് ഗൈസ്, കണ്ടില്ലേ. അപ്പം നമ്മളുടെ അടുക്കളയിൽ ആ സ്ലാവെല്ലാം തുടച്ചപ്പോൾ പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വറ്റികൾ വന്ന് വീഴുന്ന കണ്ടു. അപ്പോൾ അത് നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും കൂടെ എനിക്ക് അടിച്ചു വാരാനുണ്ട്. പിന്നെ അകെല്ലാം അടിച്ച് വാരി ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് തുടച്ചു പോയത് കേട്ടോ. പിന്നെ ഇന്നലെ അമ്മ തുടച്ചത്, അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ട് ഇന്ന് തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, ഇന്ന് ഞാൻ തുടയ്ക്കാം, കുറേ ആയി തുടച്ചിട്ടൊക്കെ ഞാൻ. അങ്ങനെ തുടയ്ക്കുന്ന സമയം കുറച്ച് നേരം നമ്മുടെ കുഞ്ഞിന് അവിടെ ഇവിടെ ഓടാണ്ട് അടങ്ങിയിരിക്കാൻ വേണ്ടി കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവന് എന്തായാലും തലയിടിച്ച് എവിടെയെങ്കിലുമൊക്കെ വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അടങ്ങിയിരിക്കണമെങ്കിൽ ഇതല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഫോണിൽ എന്തോ വെച്ച് കൊടുത്തപ്പോൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് 100 വട്ടം നമ്മളെ കൊണ്ട് മാറ്റിക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഫോണിൽ എന്തോ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമുകൾ രണ്ടും നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോളും തുടയ്ക്കണം, അതുപോലെ തന്നെ അടുക്കളയും തുടച്ചെടുക്കണം കേട്ടോ. പിന്നെ പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ കുളി പിന്നെ ഞാൻ മഴയായതുകൊണ്ട് തന്നെ ചൂടുവെള്ളം വെക്കണം. ചൂടുവെള്ളം ഇല്ലാണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മളെ വയനാട്ടിൽ, പ്രത്യേകിച്ച് വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ്. അങ്ങനത്തെ ഇനി സ്വട്ടറും മങ്കിത്തൊപ്പിയും എല്ലാം വാങ്ങി ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ശ്വാസം മുട്ടുള്ളവരെ കാര്യം അതോ ഗതിയാണ് കേട്ടോ. എനിക്കും ഉണ്ട് ശ്വാസം മുട്ടും അലർജിയും ഒക്കെ.
അങ്ങനെ തുടച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ പറഞ്ഞതേ ഇവിടെ ഞാൻ ലാസ്റ്റ് തുടച്ചോളാം, അവിടെയൊക്കെ കുഞ്ഞുണ്ണി ചോറ് കഴിച്ചിട്ട് പിന്നെ ആക്കിയിട്ടിട്ടുണ്ട്, മേശപ്പുറത്തൊക്കെ ചോറും പറ്റാണ്, അപ്പോൾ അത് ഞാൻ തട്ടിയിട്ടിട്ട് ഞാൻ പിന്നെ അവിടെ ഒന്നും കൂടെ അടിച്ചു വാരി തുടച്ചോളാം, ആ ഒരു ഭാഗം മാത്രം നീ വേഗം ഇവിടെ തുടച്ച് പോയിക്കുമെന്ന് പറഞ്ഞിട്ടോ. കാരണം അവൻ അടങ്ങിയിരിക്കുമ്പോൾ ഇതെല്ലാം നടക്കുള്ളൂ ഗൈസ്. അങ്ങനെ ദേ ഹാളും എല്ലാം തുടച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയും കൂടെ തുടച്ചിടണം കേട്ടോ. ഇവിടുത്തെ കാവിയിൽ തുടയ്ക്കുമ്പോൾ ഈ ഫ്ലോർ തുടയ്ക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, നിലത്തിങ്ങനെ വെള്ളം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പിടിക്കാത്ത ഒരു ഫീൽ കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് തോന്നുന്നു കാവി പുതിയത് ഇട്ടത് കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കറിയില്ല, വെള്ളം പിടിക്കാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അടുക്കള ഞാനൊന്നും കൂടെ അടിച്ചു വാരുകയാണ് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അടുപ്പെല്ലാം വൃത്തിയാക്കുന്ന സമയം എന്തൊക്കെയോ പിന്നെയും ചാടിത്തൊടിയെന്നൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കൂടെ അടിച്ചു വാരി കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുടയ്ക്കലാണ് കേട്ടോ. ഇനി അടുക്കളയും കൂടെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി കലാപരിപാടി എല്ലാം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി കുളി നനയൊക്കെ ഉള്ളൂ. അങ്ങനെ ദേ ആ അടുക്കളയും കൂടെ തുടച്ചിട്ടു. പിന്നെ നമ്മളിതേ ഇവിടെ ഒന്ന് കഴുകിയിട്ടു, കൈ കഴുകുന്ന സംഭവമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അടുക്കള ക്ലീൻ, ഹാള് ക്ലീൻ, റൂം ക്ലീൻ, എല്ലാം ക്ലീൻ. പിന്നെ അതേ നമ്മുടെ ഉച്ചത്തേക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് കറി, മുരിങ്ങയിലയും ചക്കക്കുരുവും പരിപ്പും, വെറുതെ താളുകറിയാണ് കേട്ടോ, നമ്മൾ വെറുതെ വറവിട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു കറിയും. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ മഴ തന്നെയാണ്, കണ്ടില്ലേ, മഴയാണ് കേട്ടോ. നല്ല തണുപ്പാണ്, പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പായിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങി കുറച്ചിങ്ങനെ നിന്നു, കാഴ്ചകളെല്ലാം കണ്ട് അവിടെ ഇങ്ങനെ നിന്നു. കുളിക്കണോ നനയ്ക്കണോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. മടിയുണ്ട്, തണുപ്പ് കാരണം മടിയുണ്ട്. കുളി കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടി ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ. ചിലപ്പോൾ കുളിക്കും, ചിലപ്പോൾ കുളിക്കൂല, അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് എനിക്ക്, അതൊക്കെ ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. സീരീസ് ഒക്കെ ഉണ്ട് എഡിറ്റ് ചെയ്യാൻ, അതെല്ലാം ചെയ്യണം. അങ്ങനെ ഏകദേശം ഇവിടെയൊക്കെ ഇങ്ങനെ വൃത്തിയായി ഉണങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാ കൂടെ ടാറ്റാ ബൈ ബൈ, സീ യു.